ഹായ് ഹലോ, ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് പില്ലോ. ഇന്ന് വാചകടിയൊന്നുമില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ പില്ലോ കവറിന് ആവശ്യമായ 2 പീസ് ക്ലോത്ത്, പ്രത്യേകിച്ച് മെഷർമെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല. ഇവിടെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പില്ലോന്റെ അളവിനേക്കാൾ ഒരു ക്ലോത്ത് 4 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടായിരിക്കും. മിനിമം 4 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ഉണ്ടായിരിക്കണം. അതിലേറിയാലും കുഴപ്പമില്ല. അതായത് ഒരു ക്ലോത്ത് വലുതും ഒരു ക്ലോത്ത് ചെറുതുമായിരിക്കണം എന്നർത്ഥം. പില്ലോയുടെ അളവ് അനുസരിച്ച് ക്ലോത്ത് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പില്ലോയുടെ അളവ് എങ്ങനെ എടുക്കുക എന്ന് വെച്ചാൽ ഈ ഒരു ക്ലോത്ത് നമുക്ക് പില്ലോ ആയിട്ട് സങ്കല്പിക്കാം. എന്നിട്ട് ഇതുപോലെ നീളം എടുക്കാം. ആ ഒരു നീളത്തിനേക്കാൾ എക്സ്ട്രാ 4 കൂട്ടിയിട്ട് അടുത്ത ക്ലോത്തും ഇവിടെ മുകളിലെ ക്ലോത്ത് ആണ് കേട്ടോ കറക്റ്റ് ആയിട്ട് പില്ലോന്റെ അളവ് വരുന്നത്. അപ്പൊ താഴെ വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അത് നമ്മൾ എക്സ്ട്രാ 4 കൂട്ടിയെടുത്ത്. ഇനി വീതിന്റെ കേസിൽ 2 ക്ലോത്തും സെയിം ആയിരിക്കണം. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 2ഓ 3ഓ എക്സ്ട്രാ വെച്ച് കൊടുക്കുക. ഇവിടുത്തെ 2 ക്ലോത്തിന്റെയും ഓരോ ഭാഗത്തായിട്ട് അറ്റം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല വശങ്ങൾ രണ്ടും ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക. കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം ഈ 2 പീസും യോജിപ്പിച്ച് ഒറ്റ പീസാക്കി എടുക്കുക. ഇവിടുത്തെ 2 പീസും കൂട്ടി യോജിപ്പിച്ച് ഒന്നാക്കി എടുക്കുക. നമുക്കിതൊന്ന് നിവർത്തി വെക്കാം. എന്നിട്ട് നിവർത്തി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നീളം കൂടിയ പോർഷൻ താഴെ വരണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ എക്സ്ട്രാ കുറച്ച് ക്ലോത്ത് എടുത്തല്ലോ, ആ ഒരു ക്ലോത്ത് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചു. ഇവിടെ എങ്ങനെ കട്ടിങ്ങിന്റെ ആവശ്യമില്ല, ഞാൻ തികയാതെ വന്നപ്പോൾ പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇനി മുകളിൽ നമ്മൾ മടക്കി വെച്ചല്ലോ, ഈ ഒരു പോർഷൻ ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക. ഇവിടെ നോക്കട്ടെ, നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് ആയി വെച്ചതിന് ശേഷം ഈ ഒരു ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കി വെച്ചു കൊടുക്കട്ടെ. ശേഷം ഈ ഒരു പോർഷൻ നമുക്ക് അതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് 2 ഭാഗത്തും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിനെ ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കാം. നമ്മൾ ഉള്ളിൽ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തില്ല, ആ ഒരു പീസ് ഇതുപോലെ ആയിരിക്കും വരിക. ഇതും കൂടെ ഒന്ന് ജസ്റ്റ് മറിച്ചെടുക്കണം. ഇനി ഇതിന്റെ കോൺഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി എടുക്കുക. ഇപ്പൊ നമ്മുടെ പില്ലോ കവർ റെഡിയായി. ഇനി ഒരു പില്ലോ എടുത്തിട്ട് നമുക്ക് ഈ ഒരു കവർ യൂസ് ആക്കി. ഈ ഒരു പില്ലോ കട്ട് പീസ് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ അതിന്റെ വീഡിയോ ചാനലിൽ അപ്ലോഡും ചെയ്യും. അതിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. ഇപ്പൊ ഇതാ നമ്മുടെ പില്ലോ കവർ റെഡി ആയിട്ടുണ്ട്. ഏതൊരാൾക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ലോക്ക് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ പില്ലോ പുറത്തേക്കും വരും. അപ്പൊ ഇനി ആരും പില്ലോ കവർ ഒന്നും വെറുതെ പുറത്തുനിന്ന് വാങ്ങി കാശ് കളയണ്ട, ഇതുപോലെ ചെയ്താൽ മതി. അപ്പൊ ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.